പഴയതുപോലല്ലേ ലച്ചു? അമ്പലത്തിൽ നല്ല തിരക്കില്ലയോ? ഇതൊക്കെ എന്ത് തിരക്ക്. എന്തെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ പറയണ്ട അമ്മൂമ്മ. ആ ഇടവഴിയില്ലേ, ആ ഇടവഴിയിൽ മൊത്തം വണ്ടികളായിരിക്കും. അമ്പലത്തിൽ കൊണ്ട് എനിക്ക് കൊണ്ടുപോയില്ല. ആണോടി? ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ എണീക്കൊന്നുമില്ല. പിന്നെ വിളിക്കാൻ ചെന്നതിനെ കടന്ന് കാറും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാ കുഞ്ഞിനെ അമ്പലത്തിൽ കൊണ്ടുപോകത്തെ. കൊച്ചുകുട്ടിയല്ലേ, എനിക്ക് ഉറങ്ങണ്ടേ? അത് തന്നെ. ഇപ്പൊ അങ്ങനെയായ എന്നാ കൊച്ചുകുട്ടി അങ്ങ് നടക്ക്. ആരോ വിളിക്കുന്നുണ്ടല്ലോ. നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? ഇത് ഫോണിലുള്ളവരല്ലേടി, വേറെ ആരോ. ഫോണിലുള്ളവരല്ലേ? അമ്മൂമ്മ എന്തൊക്കെയാ പറയണേ? എടി ഇത് പുതിയ നമ്പറാന്ന്. അതിപ്പോ കോള് കട്ടായാലോ. ഒന്നും കൂടി തിരിച്ചു വിളിക്കുന്നു. ആവശ്യമുള്ളവരാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കും, അന്നേരം എടുക്കാം. ആവശ്യമുള്ളവർ അതേ വിളിക്കുന്നു. ഇത് നമ്മുടെ പാഴൂരുള്ള ലളിതയാടി. സ്ഥിരം വിളിക്കുന്ന ആയതുകൊണ്ട് ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ല. സംസാരിക്കാതെ ഫോൺ ഇടാം ഉമ്മ. ഹലോ ഹലോ, ലളിതയാന്നോടി? ഹലോ, കേക്കാമോ? എടി നീ പറഞ്ഞ എനിക്ക് കേക്കാം. അവള് ഫോൺ കട്ട് ചെയ്ത്. എന്തോ അമ്മ? എടി ചാലിന്റെ കരയിലുള്ള ലളിതയില്ലേ, അവളാ വിളിച്ചത്. അവള് പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. 2-3 ദിവസം കൊണ്ട് ഈ ഫോണിലുള്ള ഒരു കുഴപ്പമാണ്. എന്തോ പ്രശ്നമുണ്ട് ഇതിന്. എന്തോ പ്രശ്നം, വലിയ പ്രശ്നമാണ് ആ ഫോണിന്. അമ്മ കുറേ ദിവസം കൊണ്ട് ഇത് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്പർ തെളിയണില്ല എന്നൊക്കെ അമ്മ പറയണ്ടായിരുന്നല്ലോ. അടുത്തുള്ള കടയിൽ കൊണ്ടേ നന്നാക്കാൻ കൊടുത്തതല്ലായിരുന്നോ? എടി 1500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നാക്കാൻ കൊടുക്കാൻ പൈസ ഉണ്ടല്ലേ? എന്നാ പുതിയൊരു ഫോൺ മേടിച്ചു വിടാം അമ്മയ്ക്ക്. അയ്യോ, പൈസ ഇറക്കുന്ന ഒരു പരിപാടി അമ്മൂമ്മ ചെയ്യില്ല. അതല്ല അച്ഛൻ പറയുന്നേ. പടവലത്തെ ആൾക്കാർ പൈസ ഉണ്ടാക്കി പെട്ടിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കും. എന്നാ ആർക്കെങ്കിലും കൊടുക്കോ? അതുമില്ല. ലച്ചുവേ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. ഞാൻ പറഞ്ഞല്ല, അച്ഛൻ പറഞ്ഞതാ. നിനക്കെങ്ങനെ പറയാം? നിനക്ക് പേർഷ്യക്കാരൻ ഭർത്താവേ അട്ടിക്കണക്കിന് പൈസ ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ടേ നിനക്ക് പൈസയുടെ വില അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ നീ മാസാമാസം ഫോൺ മേടിക്കുന്നത്. അമ്മ, ഞാൻ മാസാമാസം ഫോൺ മേടിക്കണ്ടോ അമ്മ? ആകെപ്പാടെ 2 ഫോണേ മാറ്റിയിട്ടുള്ളൂ. അതൊക്കെ പോട്ടെ, അമ്മ വാ. ലളിത ചേച്ചിനെ വിളിക്കണ്ടേ? എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം, വാ. ആവശ്യമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ട് സംസാരിക്കുന്ന കേൾക്കും, പക്ഷെ അങ്ങോട്ട് സംസാരിക്കുന്ന കേൾക്കത്തില്ല അല്ലേ? പാറുവേ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. ഇടി നല്ല ഫോണായിരുന്നു, വിളിച്ചാൽ നല്ല പോലെ കേൾക്കാനും പറ്റുമായിരുന്നു. അമ്മൂമ്മ, ഈ ഫോണിന് അമ്മൂമ്മനെക്കാളും പ്രായമുണ്ടോ? ഇല്ല, നിന്റെ അപ്പൂപ്പനെക്കാട്ടി പ്രായമുണ്ട്. ഇത് അച്ഛൻ കേൾക്കണ്ട കേട്ടാ. വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കാൻ നോക്കണത്? എന്തായാലും പാഴൂര് ചെന്ന ഉടനെ ഈ ഫോൺ ഒന്ന് ശരിയാക്കാൻ കൊടുക്കണം. പക്ഷെ എന്റെ അഭിപ്രായത്തിലേ പാഴൂര് ചെന്ന ഉടനെ ഈ ഫോണിനകത്ത് ആറ്റിലേക്ക് വലിച്ചെറിയണം. എന്നാ നീ ഇങ്ങോട്ട് വാ, നിന്നെ അടുത്ത ആറ്റിലോട്ട് അറിയാം. എന്റെ പൊന്നു, അമ്പലത്തിൽ നിന്നാണ് വന്നെന്നാളെ ബോധമില്ല രണ്ടെണ്ണത്തിനും. അമ്മ, എത്ര നേരം അമ്പലത്തിൽ പോയിട്ട്? നിങ്ങൾ രണ്ടുപേരും എന്ത് പ്രാർത്ഥനയാണിത്? അമ്മമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിച്ച് അമ്പലത്തിൽ ഇപ്പൊ ദൈവമില്ല. ദൈവം അമ്മൂമ്മയോട് ഇങ്ങനെ ഇറങ്ങി പോന്ന്. അതേടി, ഭഗവാൻ എൻ്റെ കൂടെ പോരും. ഞാനേ ചോനർത്തല കുടുംബം വിട്ടേ പാഴൂരോട്ട് പോരുന്നപ്പോഴേ ചോനർത്തല ഭഗവതിയെ എന്റെ കൂടിഞ്ഞു പോരുന്നു. അതെങ്ങനെ അമ്മമ്മ ഭഗവതി കൂടെ പോന്ന്? നീ ഓടി എന്റെ പാട്ടിൽ. അമ്മ ഇങ്ങനെ വാ. അമ്മ അവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, അവൾക്ക് വേറെ പണിയൊന്നുമില്ല. വാ അച്ഛാ. എന്താ മോളെ? വാച്ചാ കഴിക്കാം. ഇത്ര നേരത്തെയോ? എനിക്കൊരു 10 മണിയാകാതെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, നിനക്ക് അറിഞ്ഞുകൂടാ? നീ അച്ഛനെ കഴിക്കാൻ വിളിച്ചാന്നോ? അച്ഛൻ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാടി. വെളുപ്പിനെ 5 മണിക്ക് ഒരു കട്ടൻ ചായയും കുടിച്ചോണ്ട് നേരം വെട്ടം വീഴുമ്പോ പറമ്പിലോട്ടിറങ്ങും. പിന്നെ ഒരു 10 മണി കഴിയാതെ അച്ഛൻ എന്തെങ്കിലും കഴിക്കുവോ? ആശയിലൊക്കെ മാറ്റണം കേട്ടോ അച്ഛാ. അച്ഛാ, കുറച്ചാണെങ്കിലും അത് രാവിലെ 9 മണിക്ക് കഴിച്ചിരിക്കണം. ഉച്ചക്ക് ഒരു 1 മണിക്ക് 2 മണിക്കിടയ്ക്ക് ഉച്ചത്തെ ഭക്ഷണം കഴിക്കണം. ഇപ്പൊ പിള്ളേര് കാലത്തിനും സമയത്തിനും കഴിക്കുന്നുണ്ടോ? പിള്ളേര് വലിയ കുഴപ്പമൊന്നുമില്ല, ലച്ചു മാത്രമേ ഉള്ളൂ കുറച്ച് കഴിക്കണത്. പിന്നെ ഇപ്പൊ വിഷ്ണുവും അതേപോലെയൊക്കെ ആയിക്കൊണ്ടിരിക്കുക, ഭക്ഷണമൊക്കെ കുറച്ചാ കഴിക്കണേ. നന്നായിട്ട് കഴിക്കേണ്ട പ്രായത്തിൽ കഴിക്കുക തന്നെ വേണം. ഈ ഫോണിൽ വിളിച്ചിട്ട് കൂന്ന് കേട്ടോണ്ടിരിക്കുവാണെന്നല്ലോ. ആ റേഞ്ചിൽ അതുകൊണ്ടായിരിക്കും. അത് 2-3 ദിവസത്തേക്ക് മുമ്പ് വരെ നല്ല റേഞ്ച് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ പറ്റി? അച്ഛാ, അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കച്ചാ. വലിയ കൂടിയൊന്നും വേണ്ടച്ചാ. ഒരു 20-25,000 രൂപയുടെയൊക്കെ മേടിച്ചു കൊടുത്താൽ മതി. നല്ല കാര്യമായി. ഈ ഉള്ളത് വെച്ച് തന്നെ അവള് നാട്ടുകാരെയും വീട്ടുകാരെയും മുഴുവൻ വിളിയാ. അവിടെ അതിന് ഒരു നല്ലൊരു ഫോൺ കിട്ടിയ അവളുടെ അവസ്ഥ എന്തായിരിക്കും? കയ്യും താഴെ വയ്ക്കുമോ അവള്? എന്നാലും ആ ലളിത എന്തിനായിരിക്കും വിളിച്ചത്? ഏത് ലളിത? നമ്മുടെ ഇവിടുത്തെ ലളിതയോ? ഒന്നാമത് വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്നല്ലയോ, എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചായിരിക്കുമോ? അമ്മ, ഞാൻ പറഞ്ഞാലേ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോളെ. അല്ലെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. നോക്കട്ടെ അവള് വീണ്ടും വിളിക്കുമെന്ന്. എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഈ ഫോൺ കടയിലൊന്ന് കാണിക്കണം. എന്തായാലും എവള് കാരണം ആ മൊബൈൽ കടക്കാരുണ്ട് നല്ല വരുമാനമാണ്. ഷെടാ പാടേ, നീ എന്തിനാണ് ഇത്ര വെപ്രാളം കാണിക്കുന്നത്? ഇത്ര അത്യാവശ്യമായിട്ട് ആരെ വിളിക്കാൻ? ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാലേ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? എടി, അത്ര വലിയ അത്യാവശ്യക്കാരാണെങ്കിൽ നിന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കും. അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലേ ഫോൺ ജസ്റ്റ് അത് കംപ്ലൈന്റ് ആയാലേ
ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പൂപ്പ. ആ ഇപ്പോഴേ ഈ ഫോൺ കംപ്ലൈന്റ് ആയ മറ്റാരേക്കാളും ടെൻഷൻ ഭവാനിക്കാ മോളെ. അമ്മ അച്ഛൻ പിന്നെ കഴിച്ചോളൂ. അമ്മ വാ കഴിക്കാം. എനിക്കും പിന്നെ മതി. ആ ഇനിയിപ്പോ ഫോൺ നേരെ ആവണ വരെ അമ്മൂമ്മയ്ക്ക് ഊണും ഉറക്കുണ്ടാവൂല. അയ്യോ വേണ്ടേ, ചോനറ തലേന്ന് ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട്. ഓ ഇനി അവക്ക് ഇരിപ്പുറക്കത്തില്ല. അമ്മ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്തെവിടെയെങ്കിലും കടയിൽ നന്നാക്കാൻ കൊടുക്കാന്ന്. ദേ ഈ ജംഗ്ഷനിൽ നല്ലൊരു അടിപൊളി കടയുണ്ട്. എന്റെ ഫോണൊക്കെ കംപ്ലൈന്റ് ആകുമ്പോൾ ഞാൻ അവിടെ കൊണ്ടേ കാണിക്കണം. നമുക്ക് അവിടെ കൊണ്ടേ കാണിക്കാം. ഓ അതൊന്നും വേണ്ട, ഞാനേ ആ പാഴൂരുള്ള ആ മൊബൈൽ കടയിൽ ആ പയ്യൻ്റെ കൊണ്ട് കൊടുക്കാം. അവനാള് മിടുക്കനാ. കാശ് വാങ്ങാൻ എടുക്കന. അമ്മൂമ്മേ ഞാൻ ഈ ഫോൺ ഇപ്പുറത്തെ കടയിൽ കൊണ്ടേ കൊടുക്കാന്ന്. വേണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നാ അമ്മൂമ്മയും കൂടെ വാ. ഞാൻ ഒട്ടും വരുന്നില്ല. അമ്മ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത്. മോളെ ഈ നമ്പറിലൊന്ന് വിളിച്ചാന്നും പറഞ്ഞു കേട്ടാ. വാ എല്ലാം കഴിക്കാം. ഫോൺ എടുക്കുമ്പോ നമുക്ക് കിട്ടാലോ. ഹലോ ഹലോ കേക്കാമോ? ഹലോ കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അമ്മ എനിക്കൊരു സ്റ്റോറി ബുക്ക് വായിച്ചാലോ? ഒരു സ്റ്റോറി ബുക്ക് വാങ്ങിച്ചിട്ട് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ അല്ലേ? പക്ഷെ എന്റെ കഥയെല്ലാം വായിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് അതെല്ലാം എഴുതി പഠിക്കാൻ നോക്ക്. അത് ഞാൻ നോക്കി, ഒറ്റയ്ക്ക് എഴുതാൻ പറ്റൂലോ. ആരോടെങ്കിലും ഹെൽപ്പ് മേടിക്ക്. ചെല്ല്. ഞാൻ വിളിച്ച ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. എങ്ങനെ വരാനാ? കയ്യിലിരിപ്പ് ഇതല്ലേ. ആ സ്റ്റോറി ബുക്ക് വായിച്ച അമ്മ. തൽക്കാലം ഇല്ല. അടുത്ത സ്റ്റോറി ബുക്ക് എന്ന് വാങ്ങിച്ചു തരണമെന്ന് എനിക്കറിയാം കേട്ടാ. നീ പറയാണ്ടല്ലേ നിനക്ക് ആ സ്റ്റോറി ബുക്ക് വാങ്ങിച്ചു തന്നത്. എനിക്ക് സ്റ്റോറി ബുക്ക് വേണം. നിർബന്ധം പിടിച്ച ഈ മാസം വാങ്ങിച്ചു തരൂല. നിർബന്ധം പിടിക്കാതിരുന്നാലാ? നിർബന്ധം പിടിക്കാതിരുന്നാല് ഈ മാസം മേടിച്ചു തരൂല. നിർബന്ധം പിടിക്കും. അപ്പൊ അടുത്ത മാസം മേടിച്ചു തരൂല. എന്ത് നോക്കണ പിണക്കമാണോ? പക്ഷെ മുഖത്ത് ദേഷ്യമാണല്ലോ കാണുന്നത്. അമ്മയ്ക്ക് തോന്നുന്നേ. പാറു വെറുതെ വാശി പിടിക്കല്ലേട്ടാ. പോയിരുന്ന് പഠിച്ചേ ചെല്ല്. എന്താണ്? അമ്മ സ്റ്റോറി ബുക്ക് വായിച്ചു തരൂല്ലെന്ന്. അതെന്താടി കുഞ്ഞിന് പഠിക്കാനുള്ള ബുക്ക് മേടിച്ചു കൊടുക്കാത്തെ? അപ്പൊ പഠിക്കാനുള്ള എല്ലാം അത് കഥ ബുക്കാണ്. അതെന്തായാലും ബുക്കല്ലേ, നീ ഒരെണ്ണം മേടിച്ചു കൊടുത്താ പോരെ? കഴിഞ്ഞ 2-3 മാസം കൊണ്ട് എത്ര ബുക്കാണെന്ന് അമ്മ വാങ്ങിച്ചു കൊടുത്തത്. എല്ലാം അവള് കീറിക്കളഞ്ഞതാ. എല്ലാം ഒന്നും കയറി കളഞ്ഞില്ല. ആ മക്കളെ ബുക്കൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കണേ. അമ്മ സ്മിതയില്ലേ? അമ്മ സ്മിത എന്റെ കൂടെ ഡിഗ്രിക്ക് വിളിച്ചേ ഓർമ്മയുണ്ടോ? ഇവിടെ ആലുവയെ താമസിക്കുന്ന സ്മിതയ്ക്ക് എന്ത് പറ്റി? സ്മിതയ്ക്കൊന്നും പറ്റിയില്ല. സ്മിത ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞമ്മ. ഇതിനൊക്കെ കല്യാണം കഴിക്കണ്ടേ? ആ കല്യാണം കഴിക്കണം. നല്ല കൊച്ചായിരുന്നു. ഞാൻ ചേട്ടന് വേണ്ടിയിട്ടൊക്കെ ആലോചിച്ചതാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞു പോയില്ലേ. ഞാൻ അവളോട് ചോദിച്ചു പെട്ടെന്ന് എവിടെ നിന്ന് ഈ ആലോചന വന്നേന്ന്. അപ്പൊ പറയാ കേരള മാട്രിമോണി എന്നാണെന്ന്. അവള് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ കേരള മാട്രിമോണിയെ കുറിച്ച്. അവർക്ക് ലക്ഷക്കണക്കിന് വെരിഫൈഡ് പ്രൊഫൈൽസ് അമ്മയാ ഉള്ളത്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മാട്രിമോണി കേരള മാട്രിമോണി തന്നെയാണ്. ഞാനും കേട്ടിട്ടുണ്ട് അവരുടെ സർവീസിനെ പറ്റി. കേരള മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ബെസ്റ്റ് പ്രൊഫൈൽസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തൂടായോ? ആരുടെ പേര്? വിഷ്ണുവിന്റെ പ്രൊഫൈല്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. മലയാളികൾക്ക് പെർഫെക്റ്റ് മാച്ച് വേണമെങ്കിലേ അത് കേരള മാട്രിമോണി തന്നെ വേണം. പോരാത്തതിന് 23 വർഷത്തെ വിശ്വാസമാണ് അവരുടേത്. അപ്പൊ എങ്ങനെയാ ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യട്ടെ ചേട്ടന്റെ? എന്തിനാ താമസിക്കുന്നത്? ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോ? ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടെ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാവേ. ഓ ചേട്ടന്റെ കല്യാണത്തിന് മുമ്പെങ്കിലും അടുത്ത സ്റ്റോറി ബുക്ക് കിട്ടിയാൽ മതിയാണ്. ഓ സ്റ്റോറി ബുക്ക് എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കാനുള്ള പാറു. ഞാൻ അതിന്റെ അനുകൂല പിടിവാശി. എടി മോളെ, ഇതമ്മ ഞാൻ ചെന്നൈയിലേക്ക് വിളിച്ചായിരുന്നു കേട്ടോ. വിളിച്ച് കിട്ടി. സംസാരിച്ച് തുടങ്ങിയതും കട്ടായി പോയി. നന്നായി. രാവിലെ തന്നെ ഇറങ്ങിയേക്ക ഒരു ഫോണും കൊണ്ട്. വേറെ പണിയൊന്നുമില്ല. എന്തോന്നാ? ഫോണേ നമുക്ക് അവിടെ കൊണ്ട് നന്നാക്കാൻ കൊടുക്കാന്ന് പറയായിരുന്നു. വിഷ്ണു വന്നായിരുന്നെങ്കിലേ അവന്റെ കൈ കൊടുത്തു വിടായിരുന്നു. അവൻ കൊണ്ടുപോയി ശരിയായിക്കൊണ്ട് വന്നേനെ. ബെസ്റ്റ് തന്നെ. അവൻ ഫോണും കൊണ്ട് പോവും. ചേട്ടനോട് എന്നെ നൈസറെ കൊണ്ടുപോകാൻ പോലും സമയമില്ല. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. പിന്നെ ഇപ്പൊ തന്നെ കേൾക്കും. അത് തന്നെ.